ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ അച്ചു. അഭിയേട്ടനും അമൃതേച്ചിയും തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിണക്കം വല്ലതും ഉണ്ടോന്ന് ചോദിക്കേ. അറിയില്ല, എന്ത് പ്രശ്നം? അല്ല, തമ്മില് പിണക്കം വല്ലതും ഉണ്ടോന്നൊരു സംശയം. അങ്ങനെ വല്ലതും പറഞ്ഞോ അമൃതേച്ചി? ഇല്ല, അങ്ങനെ പിണക്കമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. എന്താ അച്ചു, അഭിയേട്ടൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ അങ്ങനെ തോന്നി. പിണക്കം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കില്ല അച്ചു. ഞങ്ങളെ വിഷമിക്കുമെന്ന് കരുതി ഒന്നും പറയില്ല. അച്ഛന് എന്താ അങ്ങനെ തോന്നാൻ? എൻഗേജ്മെന്റിന്റെ കാര്യത്തില് അഭിയേട്ടനൊരു തീരുമാനം പറഞ്ഞില്ല. പിന്നെ ഇപ്പോ അഭിയേട്ടന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അമൃതേച്ചിയാണെന്ന് തോന്നുന്നു. അഭിയേട്ടൻ ആകെ ടെൻഷനായിന്ന് തോന്നി. പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന. ഇങ്ങോട്ടോ? അതെ, പഞ്ചരത്നത്തിലേക്കാണെന്നും പറഞ്ഞ ഇറങ്ങിയത്. എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് തോന്നി. ഓവോ, എന്നാ വരട്ടെ, കാര്യം എന്താന്ന് അറിയാലോ. അങ്ങനെ ചോദിക്കാനൊന്നും നിൽക്കണ്ട. അവര് തമ്മിൽ സംസാരിച്ച് എല്ലാം സോൾവ് ആക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി. അത് ഞങ്ങൾ ഏറ്റച്ചു. അതെ, ഞങ്ങൾ ഏറ്റു. ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും, അത് സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ.